Dear students, so നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെർഗ്സൺ സാമുവൽസൺ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആദ്യം അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇതുവരെ പറഞ്ഞ ഇക്കണോമിസ്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞത്, ബെർഗ്സൺ സാമുവൽസൺ ക്രൈറ്റീരിയൻ എന്തുകൊണ്ടാണ് വന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ആണ് നമ്മൾ വെൽഫെയർ ഇക്കണോമിക്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ പാരറ്റോ ഒപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Maximum social welfare can be achieved only when marginal conditions on production, consumption and productive mix are satisfied. അപ്പോൾ ഇവിടെ വിൽഫ്രെഡോ പാരറ്റോ എന്താണ് പറയുന്നത്? മാക്സിമം സോഷ്യൽ വെൽഫെയർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത് എപ്പോൾ മാത്രമാണ്? മാർജിനൽ കണ്ടീഷൻസ് ഓൺ പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് പ്രൊഡക്റ്റ് മിക്സ്. മാർജിനൽ കണ്ടീഷൻ ഓൺ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ കൺസംഷൻ, പ്രൊഡക്റ്റ് മിക്സ്, ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം സോഷ്യൽ വെൽഫെയർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പാരറ്റോ പറയുന്നത്. And it failed to explain the social change that increases welfare of some people and decreases welfare of others. അപ്പോൾ ഇവിടെ പാരറ്റോ ഒപ്റ്റിമാലിറ്റി അല്ലെങ്കിൽ പാരറ്റോയുടെ ഒരു കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റിന്റെ മെയിൻ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ക്രിറ്റിസിസം പറഞ്ഞത് എന്താണ്? ഒരു ഇക്കണോമിക് ചേഞ്ച് കാരണം ചില ആൾക്കാർക്ക് വെൽഫെയർ കൂടി, മറ്റൊരാൾക്ക് വെൽഫെയർ കുറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പാരറ്റോ പറഞ്ഞിട്ടില്ല. ആൻഡ് ഹി ഓൾസോ ഫെയിൽഡ് due to the existence of various externalities and imperfections in the market. അപ്പോൾ ഇദ്ദേഹം വേറെ രണ്ടാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എക്സ്റ്റേണാലിറ്റിയും അതുപോലെ തന്നെ ഇംപെർഫെക്ഷൻസും. മാർക്കറ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് മാർക്കറ്റ് ആണെന്നാണ് ഇദ്ദേഹം അസ്യൂം ചെയ്തത്. പക്ഷെ ഇംപെർഫെക്ഷൻസും അതുപോലെ തന്നെ എക്സ്റ്റേണാലിറ്റിയും ഇദ്ദേഹം കൺസിഡർ ചെയ്തില്ല. And there is no single point of efficiency and optimality. അപ്പോൾ പാരറ്റോ ഒപ്റ്റിമാലിറ്റിയിൽ പറയുന്നത് നമ്മളെ ആ എഡ്ജ്വർത്ത് കോൺട്രാക്ട് കേർവ് ഉണ്ട്, ആ കോൺട്രാക്ട് കേർവും അതുപോലെ തന്നെ എഫിഷ്യൻസി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ് അല്ലെങ്കിൽ അവിടെ കൺസംഷൻ യൂട്ടിലിറ്റി ഫ്രോണ്ടിയർ, അവിടെ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഫ്രോണ്ടിയർ എവിടെ ഏത് പോയിന്റിലും എല്ലാ പോയിന്റും അവിടെ ഒപ്റ്റിമം പോയിന്റ് ആണ്. അവിടെ ഒരു സിംഗിൾ പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് എഫിഷ്യന്റ് അല്ലെങ്കിൽ ഒപ്റ്റിമൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഏത് പോയിന്റും ഒപ്റ്റിമം ആണ്. സോ ദർ ഈസ് നോ സിംഗിൾ പോയിന്റ് ഓഫ് എഫിഷ്യൻസി ആൻഡ് ഒപ്റ്റിമാലിറ്റി. അപ്പൊ പാരറ്റോ ഒപ്റ്റിമാലിറ്റിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാക്സിമം സോഷ്യൽ വെൽഫെയർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും എപ്പോൾ? മാർജിനൽ കണ്ടീഷൻസ് ഓൺ പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് പ്രൊഡക്റ്റ് മിക്സ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പൊ അതിനകത്ത് 3 ക്രിറ്റിസിസം പറയുന്നത് എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ എക്കണോമിക് തിയറിയിൽ നമുക്ക് വെൽഫെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർക്ക്, മറ്റു ചിലർക്ക് വെൽഫെയർ കുറഞ്ഞിട്ടുണ്ട്. എന്ത് കാരണം? എക്കണോമിക് ചേഞ്ച് കാരണം ചില ആൾക്കാരുടെ വെൽഫെയർ കൂടിയിട്ടുണ്ട്, മറ്റു ചിലരുടെ വെൽഫെയർ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്നല്ലെങ്കിൽ എപ്പോഴാണ് ഒപ്റ്റിമം പോയിന്റിൽ എത്തുക എന്നുള്ളത് പാരറ്റോ പറഞ്ഞു തന്നിട്ടില്ല. അതുപോലെ തന്നെ എക്സ്റ്റേണാലിറ്റിയും ഇംപെർഫെക്ഷൻസും അദ്ദേഹം പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ തേർഡ് പോയിന്റ് പറയുന്നത് there is no single point, ഒറ്റൊരു പോയിന്റ് ഓഫ് എഫിഷ്യൻസി, സിംഗിൾ പോയിന്റ് ഓഫ് എഫിഷ്യൻസി ആൻഡ് ഒപ്റ്റിമാലിറ്റി, ഒരു സിംഗിൾ പോയിന്റ് അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. സോ ഇതൊക്കെയാണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റിന്റെ ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത് നമ്മളിനി രണ്ടാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നിയോ ക്ലാസിക്കൽ വെൽഫെയർ തിയറിസ്റ്റ്. They discuss the problem of social welfare on the basis of cardinal measurability of utility and interpersonal comparison of utility. ഇനി അടുത്ത നമ്മൾ പറയുന്നത് നിയോ ക്ലാസിക്കൽ വെൽഫെയർ ഇക്കണോമിസ്റ്റ് ആണ്. അപ്പൊ അവര് മെയിൻ ആയിട്ട് കാർഡിനൽ മെഷർമെന്റ്, അതായത് യൂട്ടിലിറ്റി നമുക്ക് കാർഡിനൽ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും, ആൻഡ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി, ലൈക്ക് ബന്ധാമൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ചില ആൾക്കാർ വന്നു. അതായത് കാർഡിനൽ നമുക്ക് യൂട്ടിലിറ്റി യൂട്ടിലിറ്റി ഇൻ ടേംസ് ഓഫ് സം നമ്പർ, നമുക്ക് ഇത്ര യൂട്ടിൽ 100 യൂട്ടിൽ 200 യൂട്ടിൽ എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പൊ അത് നമ്മൾ ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി, വി ക്യാൻ കമ്പയർ ദ യൂട്ടിലിറ്റി ഓഫ് in between two individuals. അപ്പൊ ഇവിടെ നമ്മൾ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറഞ്ഞ എന്താണ്? സോഷ്യൽ വെൽഫെയർ വിച്ച് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി ആൻഡ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി ഡൺ. അടുത്തത് നമ്മൾ പറയുന്നത്
Kaldor-Hicks and Skidmore criterion, that is, they explain economic or social change or an economic policy that increases welfare of some people and decreases welfare of others through compensation principle. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണ് കാൽഡോർ-ഹിക്സ് സ്കിറ്റോസ്കി ക്രൈറ്റീരിയൻ പ്രകാരം അവിടെ ചില ആൾക്കാരുടെ എന്താണ് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, മറ്റു ചിലരുടെ വെൽഫെയർ അവിടെ കുറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ചേഞ്ച് കാരണം കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ചില ആൾക്കാരുടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണ് ഈ കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം, അതായത് ഗെയിനേഴ്സ് ലൂസേഴ്സിന് അവിടെ കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ, മോണിറ്ററി പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, സ്റ്റിൽ ആ ഗെയിനേഴ്സിന് നെറ്റ് ബെനിഫിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ. ഇതാണ് കാൽഡോർ-ഹിക്സ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. And this principle was criticized because of hypothetical compensation instead of actual compensation. അപ്പൊ ഇവര് പറയുന്നത് hypothetical compensation ആണ്. They do not deal with actual compensation and they deal with hypothetical compensation. And ഇതായിരുന്നു ഇവരുടെ ക്രിറ്റിസിസം. അതായത് ഇവരുടെ തിയറിന്റെ ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, they deal their theory in terms of hypothetical compensation instead of actual compensation. Actual compensation പകരം അവർ ഡിസ്കസ് ചെയ്തത് hypothetical compensation കുറിച്ചായിരുന്നു. അടുത്ത നമ്മൾ പറയുന്നത് in this context a new approach to welfare economics was suggested by Bergson and Samuelson. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ ബെർഗ്സണും സാമുവൽസണും ഒരു അപ്രോച്ചുമായിട്ട് വരുന്നത്. അതായത് ഇവർക്ക് ഈ ഒരു എന്താണ് ഈ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്. അതായത് ഒരു സിംഗിൾ പോയിന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല, എഫിഷ്യൻസി എവിടെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കോമ്പൻസേഷൻ പ്രിൻസിപ്പിളിലാണെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ കോമ്പൻസേഷൻ മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, ആക്ച്വൽ കോമ്പൻസേഷന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കാർഡിനൽ മെഷർമെന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ക്രിറ്റിസിസം പിന്നെ നേരിട്ട തിയറീസിനെ ഒന്ന് പിന്നെ എന്താണ് വേറെ ഒരു നല്ല തിയറി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ശ്രമിച്ചത്, ബെർഗ്സണും സാമുവൽസണും വന്നത്. സോ they developed social welfare function and it was propounded by A. Bergson in his article A Reformulation of Certain Aspects of Welfare Economics, which was published in the Quarterly Journal of Economics in 1938. ഇവിടെ ഈ വെൽഫെയർ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, ഓക്കെ, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ആ സോഷ്യൽ വെൽഫെയർ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പ്രൊപ്പൗണ്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് ബെർഗ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ എന്താണ്, എ ഫോർമുലേഷൻ ഓഫ് സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ക്വാർട്ടർലി ജേർണൽ ഓഫ് എക്കണോമിക്സ്. ക്വാർട്ടർലി ജേർണൽ ഓഫ് എക്കണോമിക്സിലാണ് ഇദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത്. 1938 ഇദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ആൻഡ് prior to its various concept of social welfare had been given by different welfare theorists, but they failed to provide a satisfactory solution to the problem of maximization of social welfare and measurement. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ബെർഗ്സണും സാമുവൽസണും മുന്നേ കുറെ എക്കണോമിസ്റ്റ് ഉണ്ട്. നമ്മൾ അവരെ ഓരോരുത്തരായിട്ട് പറഞ്ഞു. പാരറ്റോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബന്താം ഉണ്ടായിരുന്നു, പിഗു ഉണ്ടായിരുന്നു, മാർഷൽ ഉണ്ടായിരുന്നു, എന്താണ് ഹിക്സ്, കാൽഡോർ, സ്കിറ്റോസ്കി, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരൊന്നും തന്നെ സോഷ്യൽ വെൽഫെയർ എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിന്റെ മെഷർമെന്റിനെ കുറിച്ചിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനുമായിട്ട് ബെർഗ്സണും സാമുവൽസണും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ബെർഗ്സന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാമുവൽസന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. സാമുവൽസൺ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ എന്താണ്, ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ സെയിം ജേർണൽ, ദാറ്റ് ഈസ് ക്വാർട്ടർലി ജേർണൽ ഓഫ് എക്കണോമിക്സ് ഇൻ ദ ഇയർ 1956. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് എന്താണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്നുള്ള ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ദേ യൂസ്ഡ് ഓർഡിനൽ പ്രിഫറൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിച്ച് ഇൻവോൾവ്സ് എക്സ്പ്ലിസിറ്റ് വാല്യൂ ജഡ്ജ്മെന്റ്. അതായത് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഡിനൽ പ്രിഫറൻസസ്. ഓർഡിനൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുവാണ് ലൈക്ക് എനിക്ക് പ്രിഫറൻസ്, ഇപ്പം ഞാൻ പറയുവാണ് നമ്മളിപ്പം ഹോളിഡേ ആണ്,
മൂവി കാണണം എന്ന് എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ട്. അതിനുശേഷം എന്താണ് കുറച്ച് സമയം പാട്ട് കേൾക്കണം എന്ന് രണ്ടാമത്തെ പ്രിഫറൻസ്. അപ്പൊ ഓർഡിനൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റാങ്ക് ചെയ്യുവാണ്. നമ്മുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുവാണ്, നമ്മൾ റാങ്ക് ചെയ്യുവാണ്. ഇത്ര പെർസെൻറ്റേജ് യൂട്ടിലിറ്റി കിട്ടുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് റാങ്ക് ചെയ്യുന്നു, അതിൽ നിന്ന് എൻ്റെ പ്രിഫറൻസ് ഞാൻ ഓർഡിനൽ നമ്പേഴ്സ്, അതായത് ഓർഡറിംഗ് ആണ് ഇവിടെ പറയുന്നത്, ഓർഡിനൽ പ്രിഫറൻസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇൻവോൾവ് എക്സ്പ്ലിസിറ്റ് വാല്യൂ ജഡ്ജ്മെന്റ്. വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കുവാണ്. അതായത് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്, അതാണ് വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ദറ്റ് ഈസ് ഇപ്പം അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് പറയുവാണ്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റും GDPയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുവാണ്. അപ്പൊ കുറെ ആൾക്കാർ പറയും എംപ്ലോയ്മെന്റ് കൂടുമ്പോൾ GDP കൂടുന്നു. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും എംപ്ലോയ്മെന്റ് കൂടുവാണെങ്കിൽ അവിടെ പോവേർട്ടി കുറയുന്നു. അപ്പൊ ഇങ്ങനെ എംപ്ലോയ്മെന്റ് GDP പറയുമ്പോൾ തന്നെ അതിനകത്ത് കുറെ ആസ്പെക്ട് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായം എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ടോപ്പിക്കിലും ഓരോരുത്തരുടെയും അഭിപ്രായം ഡിഫറെന്റ് ആയിരിക്കും. സോ വാല്യൂ ജഡ്ജ്മെന്റ്. ആൻഡ് പിന്നെ നമ്മൾ സാധാരണ ഇത് സബ്ജക്റ്റീവ് ആണ്, അതായത് ഓരോരുത്തരുടെയും അഭിപ്രായം ഡിഫറെന്റ് ആണ്. പക്ഷേ നമ്മൾ പോസിറ്റീവ് എക്കണോമിക്സിൽ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്ജക്ടിവിറ്റി, അതായത് ഫാക്ട്. ഇത്രയാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ GDP ഇത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ പോവേർട്ടി ഇത്രയാണ്, നമുക്ക് ഒരു വാല്യൂവിൽ പറയാൻ പറ്റും. പക്ഷേ എങ്കിൽ വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോരുത്തരുടെയും അഭിപ്രായം ഡിഫറെന്റ് ആയിരിക്കും. Okay, so they use the ordinal preferences and explicit എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് that is determined explicitly, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടാണ് ഈ വാല്യൂ ജഡ്ജ്മെന്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് എഴുതേണ്ടത്, ഓർഡിനൽ പ്രിഫറൻസസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് വാല്യൂ ജഡ്ജ്മെന്റ്. വാല്യൂ ജഡ്ജ്മെന്റ് ഫോർ മേക്കിംഗ് ഫ്രൂട്ട്ഫുൾ വെൽഫെയർ പ്രൊപ്പോസിഷൻ. അപ്പൊ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസംഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാല്യൂ ജഡ്ജ്മെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, they have put forwarded the concept of social welfare function that considers only the ordinal preferences of individual. അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പിന്നെ നമ്മൾ പറയുമ്പം എഴുതേണ്ടത്. ഓർഡിനൽ പ്രിഫറൻസും വേണം, വാല്യൂ ജഡ്ജ്മെന്റും വേണം. ഈ രണ്ട് വേർഡ്സ് അതിനകത്ത് വേണം. ഓക്കെ, സോ ഓർഡിനൽ പ്രിഫറൻസസ് ഓഫ് ഇൻഡിവിജ്വൽസ്. They assert that without making some value judgment, economists cannot evaluate the impact of changes in economic policy on social welfare. അപ്പൊ ഇവിടെ നമ്മൾ പറയുവാണ്, നമ്മൾ വാല്യൂ ജഡ്ജ്മെന്റ് ഇല്ലാതെ എക്കണോമിസ്റ്റിന് ഒരു പെർട്ടിക്കുലർ പോളിസി ചേഞ്ച് കാരണം സോഷ്യൽ വെൽഫെയറിന് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്, ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പോളിസി ചേഞ്ച് കാരണം എന്തുമാത്രം സോഷ്യൽ വെൽഫെയറിൽ ഇമ്പാക്റ്റ് വന്നു, ഓക്കെ, അല്ലെങ്കിൽ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ വെൽഫെയർ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് പോളിസി ഓൺ സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ വെൽഫെയറിൽ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് എക്കണോമിക് പോളിസി കാരണം ഉണ്ടായത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ ജഡ്ജ്മെന്റ് വേണം. ഓക്കെ, welfare economics cannot separated from the value judgment. welfare economics എന്ന് പറയുമ്പം അവിടെ വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ട് എന്നാണ് ഇവരുടെ അഭിപ്രായം. സോ അക്കോർഡിംഗ് ടു ദം വെൽഫെയർ എക്കണോമിക്സ് ഈസ് എസെൻഷ്യലി എ നോർമാറ്റീവ് സ്റ്റഡി. അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഓർഡിനൽ പ്രിഫറൻസസ് ഓഫ് ഇൻഡിവിജ്വൽ, വാല്യൂ ജഡ്ജ്മെന്റിന് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മൾ എക്കണോമിക് വെൽഫെയർ മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂ ജഡ്ജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നോർമാറ്റീവ് സ്റ്റഡിയാണ്. നോർമാറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ സബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ ഒപ്പീനിയൻസിന്റെ ബേസിസിലാണ് നമ്മൾ വെൽഫെയർ എക്കണോമിക്സ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, വാല്യൂ ജഡ്ജ്മെന്റ് വിച്ച് ഈസ് ഗുഡ് ഫോർ ആൻഡ് വിച്ച് ഈസ് ബാഡ് ഫോർ ദ സൊസൈറ്റി. അപ്പം വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നല്ലത് എന്താണ് മോശം എന്ന് പറയുന്നതാണ് എന്ത് വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മേ ബി സെറ്റ് ബൈ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ. അപ്പൊ വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് നല്ലത് എന്താണ് മോശം എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ആൻഡ് ഇറ്റ് മേ ബി സെറ്റ് ബൈ എൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വൽ സെറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു സൊസൈറ്റിയിലെ ഒരു ഗ്രൂപ്പ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡെമോക്രാറ്റിക് പ്രോസസ് ഓഫ് വോട്ടിംഗ്.
അപ്പോൾ വോട്ടിങ്ങിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ് വാല്യൂ ജഡ്ജ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ശരി, എന്താണ് തെറ്റ്, സൊസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് വാല്യൂ ജഡ്ജ്മെന്റ്. ആൻഡ് ഇറ്റ് മേ ബി സെഡ് ബൈ ഇൻഡിവിജ്വൽ or a group in the society, and it is created by democratic process of voting, or it may be created by social reformer or government authority, or otherwise a dictator, by a dictator. And social welfare function will be based on these set of value judgment. അപ്പോൾ ഈ വാല്യൂ ജഡ്ജ്മെന്റ് ഇവരൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ വോട്ടിങ്ങിലൂടെ ആയിരിക്കാം, അതിലൂടെ ഒപ്പീനിയൻ പറയാം, അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ് വാല്യൂ ജഡ്ജ്മെന്റ് നടത്താം, അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി തന്നെ ഈ പോളിസി ചേഞ്ചിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് സോഷ്യൽ വെൽഫെയർ ഉണ്ടാവാന്ന് നമുക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആയിട്ട് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു എന്ന് ഡിക്റ്റേറ്റർ തന്നെ പറയുവാണ്. അപ്പൊ ഇങ്ങനെ ഈ പലതരത്തിലും നമുക്ക് വാല്യൂ ജഡ്ജ്മെന്റ് നടത്താം. അപ്പൊ ഇവര് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, നമ്മളത് മെയിൻ പോയിന്റ് അതാണ്, സോഷ്യൽ വെൽഫെയർ function that is based on a set of value judgment. Then so Bergson-Samuelson social welfare can be represented as it is a ordinal index of society's welfare. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ordinal ആണ്, measurement of utility in terms of ordinal index of society's welfare. അപ്പോൾ social welfare function എന്ന് പറയുന്നത് എന്താണ്? Is a function of utility levels of all individuals constituting a society. ഒരു സൊസൈറ്റിയിലെ എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും യൂട്ടിലിറ്റി നമ്മൾ റാങ്ക് ചെയ്യുവാണ്. അതാണ് എന്ത് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻസ് ഏതാണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓർഡിനൽ ഇൻഡെക്സ് ഓഫ് സൊസൈറ്റീസ് വെൽഫെയർ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസും ചേർന്നതാണ് സൊസൈറ്റി. എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും യൂട്ടിലിറ്റി നമ്മൾ ഓർഡിനൽ ടേംസിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ആണ് ഈ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ വിച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് W equal to a function of U1, U2, U3 etc. UN. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുവാണ് W എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സോഷ്യൽ വെൽഫെയർ. എത്രയാണ് സോഷ്യൽ വെൽഫെയർ? ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് U1. ഒന്നാമത്തെ ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി എത്രയാണ്, രണ്ടാമത്തെ ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി എത്രയാണ്, ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ഓർഡിനൽ യൂട്ടിലിറ്റി. ഓക്കെ, നമ്മൾ എത്രയാണെന്ന് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ W എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ, F എന്ന് പറയുന്നത് ഫങ്ഷണൽ റിലേഷൻഷിപ്പിന്റെ സിമ്പിൾ, U1, U2, U3 etc. UN represent the ordinal utility indices of different individuals of the society. അപ്പോൾ ഇവിടെ സോഷ്യൽ വെൽഫെയർ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ every ഇൻഡിവിജ്വൽസ്, എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡീസസ് ആണ്. ഒന്നാമത്തെ ഇൻഡിവിജ്വലിന്റെ ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡെക്സ് ആണ് U1, രണ്ടാമത്തെ ഇൻഡിവിജ്വലിന്റെ ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡെക്സ് ആണ് U2, മൂന്നാമത്തെ ആളുടെ പ്രിഫറൻസ് എങ്ങനെയാണ് അതാണ് U3 എക്സെട്ര. nth ഇൻഡിവിജ്വലിന്റെ യൂട്ടിലിറ്റി ഇൻ ടേംസ് ഓഫ് ഓർഡിനൽ യൂട്ടിലിറ്റി ആണ് UN. അപ്പോൾ ഈ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് ഈ എല്ലാവരുടെയും യൂട്ടിലിറ്റി ദാറ്റ് ഈസ് ഓർഡിനൽ യൂട്ടിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ സോഷ്യൽ വെൽഫെയർ ഡിപ്പെൻഡ്സ് ഓൺ വെൽഫെയർ ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ. ഇപ്പോൾ ടോട്ടൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡിവിജ്വൽസും, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന എല്ലാ ഇൻഡിവിജ്വൽസും, ഒന്നാമത്തെ ഇൻഡിവിജ്വൽ, രണ്ടാമത്തെ ഇൻഡിവിജ്വൽ, മൂന്നാമത്തെ 1000, 10000 അങ്ങനെ ലക്ഷം, കോടി, ആ ഒരു 3 കോടി, കേരളം എന്ന് പറഞ്ഞാൽ എന്താണ് 3 കോടി ജനങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ 3 കോടി ജനങ്ങളുടെയും വെൽഫെയർ അല്ലെങ്കിൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡെക്സ് പിന്നെ ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അതാണ് എന്ത് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. സോ സോഷ്യൽ വെൽഫെയർ ഡിപ്പെൻഡ്സ് ഓൺ വെൽഫെയർ ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. ദെൻ
The ordinal index of an individual depends upon goods and services he consumes and the magnitude and kind of work he does. അപ്പോൾ ഈ ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഓരോ ഇൻഡിവിജ്വൽസും എത്രമാത്രമാണ് മാഗ്നിറ്റ്യൂഡ്, അതായത് എത്രമാത്രമാണ് കമ്മോഡിറ്റീസ് വാങ്ങുന്നത്, അതുപോലെ തന്നെ എന്ത് ജോലിയാണ് ഓരോ ഇൻഡിവിജ്വൽസും ചെയ്യുന്നത്, അതാണ് ഈ ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡെക്സ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡെക്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഹി കൺസ്യൂം ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് കൈൻഡ് ഓഫ് വർക്ക് ഹി ഡസ്. Then there are some properties of social welfare function according to Bergson and Samuelson. First one is that interpersonal comparison of utility and it is based on explicit value judgment. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് എന്താണ്? ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പ്ലിസിറ്റ് വാല്യൂ ജഡ്ജ്മെന്റ്. വാല്യൂ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എന്താണ് യൂട്ടിലിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി ഡൺ. ദാറ്റ് ഈസ് എക്സ്റ്റേണലി എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ജഡ്ജ്മെന്റ് എക്സ്പ്ലിസിറ്റ് ആണെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി ഡിറ്റർമൈൻഡ് ബൈ ആൻ അതോറിറ്റി. വാല്യൂ ജഡ്ജ്മെന്റ് ഒന്നുകിൽ നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി ആവാം, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ ആവാം, സോഷ്യൽ റിഫോമേഴ്സ് ആവാം, അല്ലെ? അങ്ങനെ പലരും ആണ് ഈ വാല്യൂ ജഡ്ജ്മെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ വാല്യൂ ജഡ്ജ്മെന്റ് എക്സ്പ്ലിസിറ്റ്ലി ഡിറ്റർമൈൻഡ് ഓർ ഇറ്റ് ഈസ് എക്സ്റ്റേണലി ഡിറ്റർമൈൻഡ് ബൈ ആൻ അതോറിറ്റി ആൻഡ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി. രണ്ടാമത്തത് generalization of Marshall-Pigou formulation of welfare. മാർഷൽ വെൽഫെയർ എക്കണോമിക്സിന്റെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. വെൽഫെയർ ഡെഫിനേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പിഗു ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് മാർഷൽ പറഞ്ഞതും പിഗു പറഞ്ഞതും ഒന്ന് ജനറലൈസ് ചെയ്തു. ആര്? ബർഗ്സണും സാമുവൽസണും കൂടിയിട്ട്. So generalization of the concept which was discussed by Marshall and Pigou was done by these two economists, that is ബർഗ്സൺ ആൻഡ് സാമുവൽസൺ. ബർഗ്സണും സാമുവൽസണും ചെയ്തത് എന്താണ്? ഈ മാർഷലും പിഗുവും പറഞ്ഞ കോൺസെപ്റ്റ് ജനറലൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ പിഗു പറഞ്ഞത് എന്താണ്? പിഗു പറഞ്ഞത് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ വെൽഫെയർ, എല്ലാവരുടെയും ഇൻഡിവിജ്വൽ വെൽഫെയർ, ഓരോ ഇൻഡിവിജ്വൽസിന്റെയും വെൽഫെയർ ടോട്ടൽ അല്ലെങ്കിൽ ആഡ് ചെയ്തതാണ് സോഷ്യൽ വെൽഫെയർ എന്നാണ്. അപ്പൊ അദ്ദേഹവും നമ്മുടെ ബർഗ്സണും അത് തന്നെയാണ് ഏകദേശം പറഞ്ഞിട്ടുള്ളത്. And Bergson and Samuelson used their concept and generalized it. ഇവരുടെ കോൺസെപ്റ്റ് യൂസ് ചെയ്യുകയും അത് ജനറലൈസേഷന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പ്ലിസിറ്റ് വാല്യൂ ജഡ്ജ്മെന്റ്. ദാറ്റ് ഈസ് വാല്യൂ ജഡ്ജ്മെന്റ് ഈസ് എക്സ്റ്റേണലി ഡിറ്റർമൈൻഡ് ബൈ ഐദർ ഡിക്റ്റേറ്റർഷിപ്പ് ഓർ വോട്ടിംഗ് ഓർ സോഷ്യൽ റിഫോമേഴ്സ് ഓർ ഗവൺമെന്റ് അതോറിറ്റി. ആൻഡ് രണ്ടാമത്തത് മാർഷലിന്റെയും പിഗുവിന്റെയും ഒരു ജനറൽ ഫ്രെയിംവർക്ക് ആണ്, അല്ലെങ്കിൽ വെൽഫെയറിനെ ഒരു ജനറലൈസ് ചെയ്യുകയാണ് ചെയ്തത് ആര്? ബർഗ്സണും സാമുവൽസണും. മൂന്നാമത്തത് ഇതാണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓർഡിനൽ യൂട്ടിലിറ്റി. അതായത് ഓർഡിനൽ യൂട്ടിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉള്ളത്. നാലാമത്തത് ഇതാണ്, സോഷ്യൽ വെൽഫെയർ ഡസ് നോട്ട് ഇൻവോൾവ് എനി യൂണിക് ഓർ സ്പെസിഫിക് സെറ്റ് ഓഫ് വാല്യൂ ജഡ്ജ്മെന്റ്. അതായത് ഇവിടെ പറയുന്നത് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡെക്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓരോരോ ഇൻഡിവിജ്വൽസിന്റെയും യൂട്ടിലിറ്റി അല്ലെങ്കിൽ റാങ്കിങ് അല്ലെങ്കിൽ ഓർഡിനൽ, ചിലപ്പോൾ എൻ്റെ പ്രിഫറൻസ് ആയിരിക്കില്ല നിങ്ങളുടേത്, അല്ലേ? ഞാൻ എ ആണ്, നിങ്ങൾ ബി ആണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം വി വിൽ ഗെറ്റ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് വാല്യൂ ജഡ്ജ്മെന്റ്. ഓരോരുത്തരുടെയും അഭിപ്രായം ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും പ്രിഫറൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് വാല്യൂ ജഡ്ജ്മെന്റ് ആണ് കിട്ടുക. സോ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ.
അപ്പൊ ഇവിടെ സോഷ്യൽ വെൽഫെയർ ഡസ് നോട്ട് ഇൻവോൾവ് എനി യുണീക്ക് സെയിം സെറ്റ് ഓഫ് വാല്യൂ ജഡ്ജ്മെന്റ് ആയിരിക്കില്ല, സെയിം അഭിപ്രായം ആയിരിക്കില്ല, അല്ലെങ്കിൽ സെയിം ഒപ്പീനിയൻ ആയിരിക്കില്ല എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ വി വിൽ ഗെറ്റ് ഡിഫറെന്റ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. വി വിൽ ഗെറ്റ് ഡിഫറെന്റ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. Then optimum welfare can be attained through maximization techniques of price theory. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് പ്രൈസ് തിയറി എന്ന് പറയുന്നത് മൈക്രോ ഇക്കണോമിക്സ് തന്നെയാണ്. അപ്പോൾ ഒപ്റ്റിമം വെൽഫെയർ കണ്ടീഷൻ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമൈസേഷൻ ടെക്നിക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രൈസ് തിയറി. പ്രൈസ് തിയറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാക്സിമൈസേഷൻ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാരറ്റോക്ക് നമുക്ക് ഒരു സിംഗിൾ പോയിന്റ് ഇങ്ങനെയാണ് ഒപ്റ്റിമം കണ്ടീഷൻ ഇതാണെന്ന് പാരറ്റോവിന് ഡിസ്ക്രൈബ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ, പാരറ്റോ കനോട്ട് ഐഡന്റിഫൈ എ സിംഗിൾ പോയിന്റ് ഓഫ് ഒപ്റ്റിമം. പാരറ്റോന് ഒപ്റ്റിമം ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ഒപ്റ്റിമം ഒറ്റൊരു പോയിന്റ് നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലായിരുന്നു. ആൻഡ് അടുത്ത ഏഴാമത്തെ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇതാണ് ഡിറ്റർമിനേറ്റ്നെസ് ഓഫ് ഒപ്റ്റിമം പോയിന്റ്. അപ്പൊ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു പാരറ്റോന് സിംഗിൾ പോയിന്റ് ഓഫ് ഒപ്റ്റിമം പോയിന്റ് അല്ലെങ്കിൽ സിംഗിൾ ഒപ്റ്റിമം പോയിന്റ് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ലായിരുന്നു. ആ യൂട്ടിലിറ്റി പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ ഏത് പോയിന്റും എന്താണ് അവിടെ ഒപ്റ്റിമം പോയിന്റ് അല്ലെങ്കിൽ എഫിഷ്യന്റ് പോയിന്റ് ആണ്. പക്ഷെ നമ്മൾ എന്താണ് ബെർഗ്സൺ സാമുവൽസൺ പറയുവാണ് അവിടെ ഒപ്റ്റിമം പോയിന്റ് ഓഫ് എഫിഷ്യൻസി അവിടെ സിംഗിൾ പോയിന്റ് നമുക്ക് കാണിച്ചു തരുവാണ്. ഓക്കെ, സോ ഡിറ്റർമിനേറ്റ്നെസ് ഓഫ് ഒപ്റ്റിമം പോയിന്റ് നമ്മൾ അവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് ഒപ്റ്റിമം പോയിന്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് അടുത്ത വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് Bergson and Samuelson expressed the view that all value judgment used to construct a social welfare function must be consistent. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണ് നമ്മൾ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ആണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആരുടെയാണ്? ബെർഗ്സണും സാമുവൽസന്റെയാണ്. BERGSON, Bergson and Samuelson, SAMUELSON. സോ ബെർഗ്സണും സാമുവൽസണും കൂടിയിട്ടാണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എന്തിന്റെ ബേസിസിലാണ്? വാല്യൂ ജഡ്ജ്മെന്റിന്റെ ബേസിസിലാണ് സോഷ്യൽ വെൽഫെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കൺസിസ്റ്റന്റ് ആണ്. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വി നോ ദാറ്റ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എക്കണോമിക്സ് പഠിച്ച ആൾക്കാർ നിങ്ങൾക്ക് അറിയായിരിക്കും. ദാറ്റ് ഈസ് എ ഗിവൺ സിറ്റുവേഷൻ എ ഈസ് പ്രിഫേർഡ് ടു ബി. അതായത് നമുക്ക് മൂന്ന് പ്രിഫറൻസ് ആണുള്ളത്. ഓക്കെ, നമുക്ക് എ ബി സി. ഓക്കെ, ലൈക്ക് നമുക്കറിയാം ഇപ്പം കാറ് നമുക്ക് സ്വിഫ്റ്റ് ഉണ്ട്, നാനോ ഉണ്ട് ആൻഡ് BMW ഉണ്ട്. ഓക്കെ, സ്വിഫ്റ്റ്, നാനോ, BMW. അപ്പൊ നാനോ ആണ് നമ്മൾ എ. ഓക്കെ, നാനോ ആണ് എ ആൻഡ് ബി എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ആണ്, സി എന്ന് പറയുന്നത് BMW ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് നാനോ ഈസ് പ്രിഫേർഡ് ടു സ്വിഫ്റ്റ്. സ്വിഫ്റ്റിനെക്കാളും എനിക്കിഷ്ടം ഏതാണ്? നാനോ ആണ്. ഓക്കെ, സ്വിഫ്റ്റിനെക്കാളും അല്ലെങ്കിൽ ബിനെക്കാളും എനിക്കിഷ്ടം, എനിക്ക് പ്രിഫർ ചെയ്തത് ഏതാണ്? നാനോ ആണ്. ആൻഡ് BMWനെക്കാളും എനിക്ക് പ്രിഫറൻസ് ഏതാണ്? അതായത് എനിക്കിഷ്ടം ഏതാണ്? BMWനെക്കാളും എനിക്കിഷ്ടം സ്വിഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും BMWനെക്കാളും ആ ഇൻഡിവിജ്വലിന് പ്രിഫറൻസ് ഏതാണ്? നാനോ തന്നെയാണ്. സോ നാനോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇഫ് A is preferred to B, അതായത് ബിനെക്കാളും എ ആണ് പ്രിഫറൻസ് ആൻഡ് സി ഇസ് പ്രിഫേർഡ് ടു ബി, സിനെക്കാളും ബി ആണ് ഇഷ്ടം. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് സി ഈസ് പ്രിഫേർഡ് ടു എ, അതായത് എ ഈസ് പ്രിഫേർഡ് ടു സി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി തോന്നുന്നു. ദാറ്റ് ഈസ് എ ഈസ് പ്രിഫേർഡ് ടു ബി. എ ആണ് ബിനെക്കാളും ഇഷ്ടം, അതുപോലെ തന്നെ സി ആണ് ബിനെക്കാളും യെസ്, ഇവിടെ നമ്മൾ പറയുവാണ് നമുക്ക് എ ആണ് ഇഷ്ടം, ബിനെക്കാളും എ ആണ് ഇഷ്ടം, അതുപോലെ തന്നെ സിനെക്കാളും ബി ആണ് ഇഷ്ടം. സോ നമുക്ക് പറയാൻ പറ്റും സിനെക്കാളും എനിക്ക് എ ആണ് ഇഷ്ടം. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ്
എ ഈസ് പ്രിഫേർഡ് ടു ബി, അതായത് എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് പ്രിഫറൻസ് കൂടുതൽ ഏതാണ്, എ ആണ്. ആൻഡ് സിയും ബിയും നോക്കുമ്പം ബി ആണ് പ്രിഫറൻസ് കൂടുതൽ. ആൻഡ് വി ക്യാൻ സേ എ ഈസ് പ്രിഫേർഡ് ടു സി. എ ഈസ് പ്രിഫേർഡ് ടു സി. സിനെക്കാളും എനിക്ക് എ തന്നെയാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ ജഡ്ജ്മെന്റ് ആൻഡ് ദ ഫംഗ്ഷൻ മസ്റ്റ് ബി കൺസിസ്റ്റന്റ്. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ ഈസ് പ്രിഫേർഡ് ടു ബി and B is preferred to C, then A must be preferred to C. ഇതാണ് പറയുന്നത്. ആൻഡ് നമ്മൾ ഈ കാര്യം സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമ്മൾ ഒരു ഗ്രാഫിക്കലായിട്ട് നമ്മൾ പറയുവാണ്. നമ്മൾ എക്സ് ആക്സിസിൽ എയുടെ യൂട്ടിലിറ്റിയും വൈ ആക്സിസിൽ ബിയുടെ യൂട്ടിലിറ്റിയും നമ്മൾ എടുക്കുവാണ്. ആൻഡ് W1, W2, W3 ഇതെല്ലാം എന്താണ്? ഇവിടെ നമ്മൾ പറയുന്ന W1 ശ്രദ്ധിക്കുക, W1, W2, W3 these are the social indifference curve. അപ്പോൾ ഇവിടെ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് ആണ് W1. രണ്ടാമത്തെ W2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ്. മൂന്നാമത്തെ W3 എന്ന് പറയുന്നത് മൂന്നാമത്തെ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ്. നാലാമത്തെ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ്. സോ W1, W2, W3 these are the social indifference curve. ആൻഡ് എയുടെ യൂട്ടിലിറ്റി നമ്മൾ എക്സ് ആക്സിസിലും ബിയുടെ യൂട്ടിലിറ്റി നമ്മൾ വൈ ആക്സിസിലും കൊടുക്കുവാണ്. അപ്പൊ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് വേരിയസ് കോമ്പിനേഷൻ ഓഫ് യൂട്ടിലിറ്റി ഓഫ് എ ആൻഡ് ബി വിച്ച് റിസൾട്ട് ഇൻ എൻ ഈക്വൽ ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ. അപ്പൊ ഇവിടെ നമ്മൾ പറയുവാണ് ഈ W1 എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് ബിയുടെ യൂട്ടിലിറ്റിയും എയുടെ യൂട്ടിലിറ്റി എത്രയാണ്? ദാറ്റ് ഈസ് ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ ബിയുടെ യൂട്ടിലിറ്റി എത്രയാണ്, സോറി എയുടെ യൂട്ടിലിറ്റി എത്രയാണ്, ആൻഡ് ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ ബിയുടെ യൂട്ടിലിറ്റി എത്രയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ, ലോക്കസ് ഓഫ് വേരിയസ് കോമ്പിനേഷൻ ഓഫ് യൂട്ടിലിറ്റി. അപ്പൊ ഇവിടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഇത്ര കിട്ടി, 6 ഇവിടെയാണെങ്കിൽ ഇങ്ങനെ കിട്ടി. അപ്പൊ ഇങ്ങനെ കുറെ കോമ്പിനേഷൻ നമ്മൾ ചേർത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഒരു സോഷ്യൽ വെൽഫെയർ കേർവ് അല്ലെങ്കിൽ സോഷ്യൽ ഇൻഡിഫറൻസ് കേർവ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സോഷ്യൽ ഇൻഡിഫറൻസ് കേർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലോക്കസ്. നമ്മളത് ജോയിൻ ചെയ്ത് വരക്കുവാണ്. എന്തിന്റെ ലോക്കസ് ആണ്? ബിയുടെ യൂട്ടിലിറ്റിയും എയുടെ യൂട്ടിലിറ്റിയും ആ കോമ്പിനേഷൻ പോയിന്റ്സ് ആണ് ക്യൂ. അതുപോലെ തന്നെ 6 എന്ന് പറഞ്ഞാൽ ഇത്രയും ബിയുടെ യൂട്ടിലിറ്റി ആൻഡ് ഇത്രയും എയുടെ യൂട്ടിലിറ്റി. അപ്പൊ ആ പോയിന്റ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് വരക്കുന്ന ഒരു കേർവ് ആണ് നമുക്ക് എന്ത്? ഈ സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് വേരിയസ് കോമ്പിനേഷൻ ഓഫ് യൂട്ടിലിറ്റി ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും യൂട്ടിലിറ്റി അതിന്റെ കോമ്പിനേഷൻസ് ആണ് ഇവിടെ നമുക്ക് പറഞ്ഞിരുന്നത് വിച്ച് റിസൾട്ട് ഇൻ ആൻ ഈക്വൽ ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ. അപ്പൊ ഈക്വൽ ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ ഈ ഒരു പോയിന്റ്സിലെല്ലാം ഈക്വൽ ലെവൽ ഓഫ്, അതായത് ഇവിടെ നമ്മൾ പറയുവാണ് ക്യൂലായാലും ആറിലായാലും ഈക്വൽ ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ. ഇവിടെ ഇനി നമ്മൾ പറയുവാണ് ഇവിടെ എന്താണ്, ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട് പിയിലായാലും എസിലായാലും ഈക്വൽ ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ. അപ്പൊ ഇവിടെ നമ്മൾ പറയുവാണ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് എ ആൻഡ് ബിസ് യൂട്ടിലിറ്റി വിച്ച് വിൽ ഗിവ് ഈക്വൽ ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ. ഇനി നമ്മൾ പറയുവാണ് ഇപ്പം ക്യൂവിൽ നിന്ന് ടിയിലേക്ക് എത്തുവാണ്. നമുക്കറിയാം ഇൻഡിവിജ്വൽ ഇൻഡിഫറൻസ് കർവിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. അപ്പൊ നമ്മൾ ഇങ്ങനെ മേലോട്ട് പോകും തോറും, അതായത് 1 ൽ നിന്ന് 2, 2 ൽ നിന്ന് 3, 3 ൽ നിന്ന് 4 വളരെയധികം ഹൈ ആണെങ്കിൽ അവിടെ ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് ക്യൂവിൽ നിന്ന് നമ്മൾ ടിയിലേക്ക് പോവുകയാണ്. ഓക്കെ, ക്യൂവിൽ നിന്ന് നമ്മൾ ടിയിലേക്ക് പോവുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ വെൽഫെയർ. ആ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ക്യൂവിൽ നിന്ന് ടിയിലേക്ക് പോകുമ്പോൾ അവിടെ ഇംപ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ വെൽഫെയർ. അപ്പൊ നമ്മൾ പറയുവാണ് വേറൊരു കേസ്, നമ്മൾ ക്യൂവിൽ നിന്ന് ആറിലേക്ക് പോവുകയാണ്. ക്യൂവിൽ നിന്ന് ആറിലേക്ക് പോവുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ദർ ഇസ് നോ ചേഞ്ച് ഇൻ സോഷ്യൽ വെൽഫെയർ. അപ്പം ക്യൂവിൽ നിന്ന് ആറിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഇൻഡിഫറൻസ് കർവിലെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് നോ ചേഞ്ച് ഇൻ സോഷ്യൽ വെൽഫെയർ. ഓക്കെ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ സോഷ്യൽ വെൽഫെയർ. അവിടെ ചേഞ്ച് ഇൻ സോഷ്യൽ വെൽഫെയർ ഇല്ല, സോഷ്യൽ വെൽഫെയർ ചേഞ്ച് ചെയ്യുന്നില്ല. ആൻഡ് നമ്മൾ അടുത്ത് പറയുന്നത് മൂവ്മെന്റ് ഫ്രം ക്യൂ ടു എസ്. ദർ ഇസ് ക്യൂവിൽ നിന്ന് നമ്മൾ എസിലേക്ക് പോവുകയാണ്
അല്ലെങ്കിൽ നമ്മൾ പറയാണ് എസിൽ നിന്ന് ടിയിലേക്ക് പോവുകയാണ്. ഇതെല്ലാം എന്താണ്? ഇംപ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ വെൽഫെയർ. അപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണ് വേറൊരു എക്സാമ്പിള്, ടിയിൽ നിന്ന് ക്യൂയിലേക്ക് വരുവാണ്. ടിയിൽ നിന്ന് ക്യൂയിലേക്ക് വരുവാണ്. ടിയിൽ നിന്ന് ക്യൂയിലേക്ക് വരുവാണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ടിയിൽ നിന്ന് ക്യൂയിലേക്ക് വരികയെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ 3യിൽ നിന്ന് സോഷ്യൽ ഇൻഡിഫറൻസ് കർവ് 3യിൽ നിന്ന് 1ലേക്ക് എത്തി. ദാറ്റ് ഈസ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ വെൽഫെയർ അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടിയിൽ നിന്ന് എസിലേക്ക് വരുവാണ്. ടിയിൽ നിന്ന് ക്യൂയിലേക്ക് വരുവാന്ന് വെച്ചാൽ എന്താണ്? അവിടെ 3ൽ നിന്ന് 1ലേക്ക് കുറഞ്ഞു. ദാറ്റ് ഈസ് അവിടെ യൂട്ടിലിറ്റി കുറഞ്ഞു, സോഷ്യൽ വെൽഫെയർ കുറഞ്ഞു. ആൻഡ് ടിയിൽ നിന്ന് എസിലേക്ക് വരുവാണെന്ന് വെച്ചാൽ എന്താണ്? കുറഞ്ഞ ഇൻഡിഫറൻസ് കർവിലേക്കാണ് വരുന്നത്, യൂട്ടിലിറ്റി കുറവാണ്, സോഷ്യൽ വെൽഫെയർ കുറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണ് ഹയർ ലെവൽസിലേക്ക് പോകുമ്പോൾ യൂട്ടിലിറ്റി കർവ് ഇങ്ങനെ ഹയർ ലെവൽസിലേക്ക് പോകുമ്പോൾ യൂട്ടിലിറ്റി കൂടുന്നു, സോഷ്യൽ വെൽഫെയർ കൂടുന്നു. ആൻഡ് ലോവർ ലെവൽസിലേക്ക് വരുവാണ്, ഈ യൂട്ടിലിറ്റി കർവിൽ നിന്ന് സോഷ്യൽ ഇൻഡിഫറൻസ് കർവിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? യൂട്ടിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ കുറയുന്നു. സെയിം ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യൂവിൽ നിന്ന് ആറിലേക്ക് പോവുകയാണെങ്കിൽ ദർ ഈസ് നോ മൂവ്മെന്റ് ഓർ ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെൽഫെയർ. ഓക്കെ, then the analysis of Pareto optimality. Okay, the analysis of Pareto optimality failed to provide an unique optimum solution which represents maximum social welfare. അപ്പോൾ പാരറ്റോയുടെ മെയിൻ ആയിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്തായിരുന്നു? പാരറ്റോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റിന് ഒരു യുണീക്ക് അല്ലെങ്കിൽ സിംഗിൾ ഒപ്റ്റിമം സൊല്യൂഷൻ, ഈ പോയിന്റിൽ മാക്സിമം സോഷ്യൽ വെൽഫെയർ കിട്ടുമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ, ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് അവർക്ക് നോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് there are large number of solutions which are optimum on the basis of optimum criterion of Pareto. Pareto criteria പ്രകാരം ഒരുപാട് പോയിന്റ്സ് അവിടെ എന്താണ്? ഒപ്റ്റിമം പോയിന്റ്സ് ആണ് അല്ലെ? ഒരു സിംഗിൾ പോയിന്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രം ഓർക്കുക. അവിടെ കോൺട്രാക്ട് കർവിൽ ഏത് പോയിന്റും, അതായത് രണ്ട് ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ്. അത് കൺസംഷൻ ഇൻഡിഫറൻസ് കർവ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് ആണെങ്കിലും അല്ലെങ്കിൽ ഐസോക്വാണ്ട് ആണെങ്കിലും ഇൻഡിഫറൻസ് കർവ് ആണെങ്കിലും അവിടെ രണ്ടും ടാൻജന്റ് ആവുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്? പിന്നെ കോൺട്രാക്ട് കർവിന്റെ പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഓരോ പോയിന്റും നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് കോൺട്രാക്ട് കർവ് വരയ്ക്കുന്നത്. അപ്പൊ ഈ കോൺട്രാക്ട് കർവിന്റെ ഏത് പോയിന്റിലും അവിടെ എന്താണ്? കോൺട്രാക്ട് കർവിന്റെ ഏത് പോയിന്റിലും എന്താണ്? അവിടെ ഒപ്റ്റിമം പൊസിഷൻ ആണ്. കോൺട്രാക്ട് കർവിന്റെ ഏത് പോയിന്റ് എന്താണ്? അവിടെ ഒപ്റ്റിമം പൊസിഷൻ ആണ്. അപ്പൊ ഒരു സിംഗിൾ പോയിന്റ് അദ്ദേഹത്തിന് പറഞ്ഞുതരാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് റീകോൾ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറയുവാണ്. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ പറയുവാണ് ഇത് ഒപ്റ്റിമം പോയിന്റ് ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് ഒപ്റ്റിമം പോയിന്റ് ആണ്, ബി എന്ന് പറയുന്ന പോയിന്റ് ഒപ്റ്റിമം ആണ്, സി ഡി എല്ലാം ഒപ്റ്റിമം ആണ്.